Welcome to Rose Orchids. ഫെർനോസിസിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ സെയിലിന് വെച്ചതാണ്. ഇതിപ്പം കിക്കീസിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം നമുക്കിത് ഫ്ലവർ ചെയ്യും. ചില പ്ലാന്റ് ചെറുതാണല്ലോ, നല്ല റൂട്ട്സൊക്കെ വന്നിട്ടുള്ള തന്നെയാണ്. ഇത് വില 250. ഇതിന് പിന്നെ ഫ്ലവറിങ് ആയതും ഫ്ലവറിങ് മുട്ടുള്ളതും ഉണ്ട്. ഇത് 350. അതൊക്കെ നല്ല പ്ലാന്റ് തന്നെയാണ്. ചിലതിനൊക്കെ മുട്ടുണ്ട്. എന്നൊക്കെ കുറച്ച് പ്ലാന്റേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിലുള്ള ഫ്ലവറുകളുടെ തൈകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ പുതിയതായിട്ട് വിരിഞ്ഞ് ഇതിൻ്റെ തന്നെ 3 കളർ ചേഞ്ച് 3 എണ്ണം ഉണ്ട്. 3 തരം കണ്ടോ. ഇത് കണ്ടോ, വൈറ്റിൽ തന്നെ ഇത്. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, നല്ലോണം ഫ്ലവർ ഉണ്ട്. ഒരു 4 സ്പൈക്കോളം ഉണ്ട്. 4 സ്പൈക്ക് ഉണ്ട് നല്ലോണം. ഇതതിൻ്റെ ഒരു പിങ്കാണ് ഷെയ്ഡ്. ഒരു ഡാർക്കാണത്. പിന്നെ ഇതെൻ്റെ പുതിയതായിട്ട് വിരിഞ്ഞൊരു ഫ്ലവറാണ്. ഇത് ലാവൻഡറാണ്. നല്ല കളർ തന്നെയാണ് കേട്ടോ. നല്ല ഐസ് മാതിരിയുടെ ഉള്ളിലൊക്കെ ഉണ്ടോ. നല്ല രസമാണ്, നല്ല ഫ്ലവറാണ്. പിന്നെ ഇത് നല്ല മണമുള്ളതാണ് കേട്ടോ. ഇത് മിനിയേച്ചറാണ്. നല്ല മണമാണ് ഇതിൻ്റെ. നല്ല മണമാണ്. നല്ല മെറൂൺ കളറ്, വെൽവെറ്റ് മാതിരിയത് കേട്ടോ. വെൽവെറ്റിൻ്റെ ഇതിൻ്റെ തൈക്കളില്ല. തൊലുമിനാരി തൈകൾ ഇരിക്കുന്നുണ്ട്. ഫ്ലവറോട് കൂടിയും കിട്ടും. തുടക്കക്കാരൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഉണ്ടോ ഇതേമാതിരി മേടിച്ച് വളർത്തി നോക്കണം. എന്നിട്ട് നമുക്ക് വലിയ പ്ലാന്റ് മേടിച്ചാൽ മതിയാണ് നല്ലത്. ഇതാവുമ്പോൾ ഇതിനിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല കണ്ടോ. ഇതിൽ വെറുതെ കരിക്കട്ട മാത്രം ഇടാം. അല്ലെങ്കിൽ ഓടും കഷ്ണടിയിൽ വേണമെങ്കിൽ കിട്ടുമോ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കരിക്കട്ട ഇട്ടപ്പോൾ പിന്നെ സ്വാഗ്നമോസോ ചകിരിനാരോ എടുത്തിട്ട് അതിൽ വെറുതെ ഒന്ന് പാകിയാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അടുത്ത വർഷം തന്നെ ഇത് ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെച്ച പ്ലാന്റാണ് ഇപ്പോൾ ഇതൊക്കെ പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്നത്. ഫ്ലവറിൻ്റെ മുട്ടുണ്ടായി നിൽക്കുന്നത്. ഇതാണ് കേട്ടോ.